വള്ളോപ്പിള്ളി പിതാവിന്റെ മാധ്യസ്ഥം വഴി ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ ഒരു ദേവാലയം തങ്ങളുടെ വീട്ടിൽ തന്നെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പാത്തിക്കലിലെ ഫാത്തിമാലയം കുടുംബാംഗങ്ങൾ. കുടിയേറ്റ മണ്ണായ പാത്തിക്കലിൽ 20 പേർക്കൊരു ദേവാലയം അസംഭവ്യമായിരുന്നു. പിതാവ് നൽകിയ സ്വപ്ന ദർശനത്തിലൂടെയാണ് തങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് നിലവിലെ വീടിനോട് ചേർന്ന് ഒരു ദേവാലയം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഫാത്തിമ ടീച്ചർ. എൻ്റെ പേര് ഫാത്തിമ എന്നാണ് പേര്. കോട്ടയം മധുരമ്പുഴ പള്ളി ഇടവകയായിരുന്ന പാലമൂട്ടിൽ കുടുംബത്തിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്ത് വന്ന് എൻ്റെ അപ്പച്ചൻ പി ജവർക്കി എന്ന പേര്. അപ്പച്ചൻ ഇവിടെ ഈ കാട് പിടിച്ച സ്ഥലം, ഇവിടെ മോഹനഗിരി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തയാളാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കയറി താമസിച്ച സ്ഥലമാണ് ഈ പാത്തിക്കൽ പ്രദേശം. പിതാവും അപ്പച്ചനുമായിട്ട് വലിയ സുഹൃത്തുബന്ധമായിരുന്നു. അതിൽ ഭയങ്കര ബഹുമാനമായിരുന്നു പിതാവിനെ. എപ്പോഴും പോയിട്ട് പിതാവിനോട് എല്ലാ കാര്യങ്ങളും പറയുകയും എല്ലാ കാര്യങ്ങളും ഉപദേശം പിതാവിൽ നിന്ന് മാത്രമേ അപ്പച്ചൻ സ്വീകരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അപ്പച്ചൻ അത്ര വലിയ കൂട്ടുകാരൊന്നുമില്ല. പിതാവ്, അച്ഛന്മാർ, കന്യാസ്ത്രീമാർ ഇവരുടെ ഉപദേശങ്ങൾ മാത്രമേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ സമയത്താണ് പിതാവ് ഈ വാഴമലയ്ക്ക് ആണ്ടിൽ 2-3 വർഷം കൂടുമ്പോഴൊക്കെ വാഴമലയ്ക്ക് പിതാവ് പോയിക്കൊണ്ടിരുന്നു. ജീപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. ജീപ്പിൽ പോകുന്ന സമയം ഇവിടെ ഞങ്ങൾ വീടിന് മുന്നിലായിട്ട് പിതാവിനെ ഇറക്കി നിർത്തും. അപ്പോൾ പുതിയ വിരിച്ച് പിതാവിനെ ജീപ്പിൽ നിന്ന് ഇറക്കി നിർത്തി പിതാവിന് കരിക്കും വെള്ളം കുടിപ്പിച്ചു. പിതാവിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആശീർവാദം മേടിച്ച്, അനുഗ്രഹം മേടിച്ച് അപ്പച്ചനും പിതാവിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ വാഴമല പള്ളിയിലേക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും പിതാവ് ഒത്തിരി കാര്യങ്ങളൊക്കെ പിതാവിനോട് പറയാനുള്ളതെല്ലാം പിതാവിനോട് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ 1997 മരിച്ചു. പിതാവ് 2006 മരിച്ചത്. പിതാവ് മരിച്ച വർഷമാണ് ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയത്. ഞാൻ ചെറുവാഞ്ചേരി LP സ്കൂളിലായിരുന്നു എനിക്ക് അധ്യാപിക ജോലിയായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ റിട്ടയർ ആയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ ആകാംക്ഷയോടു കൂടിയായിരുന്നു പിന്നെ എൻ്റെ ജീവിതം. ഞാൻ ഏകസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഞങ്ങളെപ്പോലെ ആയിപ്പോയി. ഞങ്ങളുടെ ഈ ഒരു തലമുറ ഇങ്ങനെ വേദപാഠമില്ലാതെ സൺഡേ സ്കൂളില്ല പഠിക്കാതെയൊക്കെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു. ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും വേദപാഠം പഠിക്കണമെന്നുള്ള ഒരു നിർബന്ധം, എനിക്കൊരാഗ്രഹം, അപ്പച്ചനെ പോലെ തന്നെയുള്ള ഒരു തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൺഡേ സ്കൂളെങ്കിലും അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രയത്നത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഞാൻ പിന്നെ പലരുമായിട്ടും അച്ഛന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് അന്നത്തെ പിന്നെ നിർമ്മലഗിരി വികാരിയായിരുന്ന ജോർജ് ചെറിയലച്ഛൻ്റെ അടുത്ത് ഞാനൊരു അപേക്ഷയായിട്ട് പോയി. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി, ഇവിടെയുള്ള 21 കുടുംബങ്ങളുടെയും പരിതാപകരമായ അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ എല്ലാം എഴുതി കൊടുത്തു. അന്ന് ജോർജ് ചെറിയലച്ഛൻ പറഞ്ഞ് എന്നാലാവതെല്ലാം ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് അതൊരാപ്തവാക്യമായിട്ട് ഞാൻ കയ്യിലെടുത്തു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാ കുടുംബങ്ങളിലും എല്ലാവരെയും വിവരം അറിയിച്ച് നമുക്ക് ഉപവാസ പ്രാർത്ഥന ചെയ്യണം, നമുക്കൊരു സൺഡേ സ്കൂളെങ്കിലും ഇവിടെ സ്ഥാപിച്ച് കിട്ടാനായിട്ട് ഉപവാസ പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഞാൻ നിർബന്ധിച്ച് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഓടിക്കൂടി വന്ന് ഞങ്ങളിവിടെ 37-40 പേരോളം എല്ലാ ശനിയാഴ്ചകളിലും കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും ഇവിടെ വരുന്നു. 8 മണി മുതൽ ഉപവാസം തുടങ്ങും, 2 മണി വരെ ഉപവസിക്കും എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഈ തലശ്ശേരി പിന്നെ ലത്തീം പള്ളിയിലുള്ള കുറേ 5-10ഓളം ബ്രദർമാർ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തവരായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് ലീഡ് ചെയ്ത് ക്ലാസ് എടുത്ത് തന്നിരുന്നു. പിന്നെ ഇത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്നെ മാമോദിസ മുഖ്യ പള്ളിയായിരുന്നു തലശ്ശേരി കോട്ടയ്ക്കടുത്തുള്ള പള്ളി. ആ പള്ളിയിൽ ഒരു ദിവസം ഞാൻ പോയി. അവിടുത്തെ അൾത്താരയുടെ മുമ്പിൽ ഞാനൊരു പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ധ്യാനഗുരു എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ അന്നാ പ്രവാചകയെ പോലെ ജീവിതകാലം മുഴുവൻ രാവും പകലും പള്ളിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിയാനായിട്ട് ഈശോ വിളിക്കുന്നെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക്, അങ്ങനെ രാവും പകലും ഒരു ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അടുത്തൊരു ദേവാലയം വേണമല്ലോ. ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് ഞാനത് വലിയ കണക്കിലെടുത്തു. അപ്പോൾ എനിക്ക് അടുത്ത് തന്നെ ഒരു ദേവാലയം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. ഒത്തിരി കണ്ണുനീരോടുകൂടി ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദർശനം പോലെ എനിക്കൊരു പടം എൻ്റെ മനസ്സിൽ എനിക്ക് ഈശോ കാണിച്ചു തന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയണം, മാത്യു കായമാക്കൻ അച്ഛൻ കാണിച്ചു തന്ന ഒരു പടമാണ്, മുഷിഞ്ഞ് കിടന്ന ഒരു പടമാണ്. ആ പടം ഞാൻ പുതുക്കിയിട്ട് എൻ്റെ
ആൽബത്തിൽ വെച്ചിരുന്ന പടം എടുത്ത് കൊണ്ടുപോകാനായിട്ടൊരു പ്രേരണ ലഭിക്കുകയും ഞാനത് ബാഗിനകത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പിതാവ് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് പിന്തിരിഞ്ഞു പോയ പിതാവിൻ്റെ പിന്നാലെ നിറവഴികളോടെ കരഞ്ഞുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് വലിയ പ്രയാസത്തോടു കൂടി പിന്നാലെ ചെന്ന പിതാവെ ഇതാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. പിതാവ് പറഞ്ഞു ഇത് വർക്കിച്ചേട്ടനല്ലേ, വർക്കിച്ചേട്ടനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ലെന്ന് വലിയമറ്റം പിതാവ് പറഞ്ഞു. അങ്ങനെ പെരണാട്ടച്ഛനും സെക്രട്ടറി അച്ഛനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പിതാവേ ഈ വന്നവരെല്ലാം വർക്കിച്ചേട്ടൻ്റെ മക്കളാണ്, 20 പേരോളം ആ സംഘത്തിലുണ്ടായിരുന്നു, എല്ലാവരും പുരുഷന്മാർ, ഞാൻ മാത്രമേ സ്ത്രീയായിട്ട്, ഞാനും വേറൊരു ചേച്ചി മാത്രമേ സ്ത്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിതാവ് ഞങ്ങളെ നോക്കി വെച്ചും പറഞ്ഞു പിന്നെ അതാലോചിച്ചും പറയാമെന്ന് പറഞ്ഞു. ജീവൻ്റെ അപ്പത്തിനാണല്ലോ ദാഹിച്ച് മോഹിച്ച് കരഞ്ഞ് ചോദിച്ചത്. അപ്പോൾ അത് പിതാവ് സമ്മതിച്ചു, അത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവ് സമ്മതിച്ചു. പിന്നെ പൂവത്തോലച്ഛൻ വാഴമലപ്പള്ളിയിലെ വികാരിയച്ഛൻ പൂവത്തോലച്ഛൻ ജോസഫ് പൂവത്തോലച്ഛനോടും ചെറിയലച്ഛനോടും നിർമ്മലപ്പള്ളി വികാരിയായിരുന്നു ചെറിയലച്ഛനോടും ആലോചിച്ച് അവരുടെ പിൻബലത്തോടുകൂടി അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ അത്രയും കാലം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയും എല്ലാ കാര്യത്തിലും അവരുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ പിന്തുണയോടുകൂടി തന്നെ അവരെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ബലി അർപ്പിച്ച് തരാനായിട്ട് സന്മനസ് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ 2006 പിന്നെ ക്രിസ്മസോടുകൂടി ഇന്ന് വരെ നാളിതുവരെയും മുടങ്ങാതെ എല്ലാ കടവുള്ള ദിവസങ്ങളിലും ഞങ്ങൾക്ക് ബലിയർപ്പണം മുടങ്ങാതെ നടക്കുന്നു. ാണ് ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചത്. 2006 പിതാവ് മരിച്ച് 1 വർഷം കഴിഞ്ഞു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷവും കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. അപ്പച്ചനും പിന്നെ എൻ്റെ അമ്മച്ചി മരിച്ചു പോയിട്ട് 11 വർഷമായിട്ടുണ്ട്. അമ്മച്ചി അപ്പച്ചനും പിതാവും കൂടി നമ്മുടെ ഈ പഴയ വീട്ടിൽ, അതായത് പൊളിച്ച് പണിയണമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ഒരു സ്വർഗീയ സംഗമം തന്നെ, അതായത് മരിച്ചുപോയവരെ എല്ലാം കാണുകയാണ്. അങ്ങനെ അങ്ങനെ പിതാവ് റോട്ടിൽ ഒരു വണ്ടിയിൽ വന്നിട്ട് കല്ല് ഇറക്കുന്നതായിട്ടും അപ്പച്ചൻ കല്ല് തലയിൽ ചുമന്നുകൊണ്ട് വന്നിട്ട് ഇവിടെ പിന്നെ പള്ളിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന പിതാവിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നതും പിതാവ് എഴുന്നേറ്റ് നിന്ന് കല്ല് ആശീർവദിക്കുന്നതും ഒരു സ്വപ്നത്തിലൂടെ കണ്ടു. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യം ആയതാണ് ഇന്നത്തെ ഈ ദേവാലയം. ഞങ്ങൾ 10 മക്കളിൽ 10ാമതൊരു കുഞ്ഞുണ്ടായത്. അവളുടെ പേര് നിർമ്മല മേരി എന്നാണ് പേര്. അവൾ സ്കൂൾ കണ്ടിട്ടില്ല, സ്കൂളിൽ പോകാനായിട്ടുള്ള ബുദ്ധി അവൾക്കില്ലായിരുന്നു. 4 വയസ്സ് 5ാമത്തെ വയസ്സിലാണ് അവൾ നടക്കാൻ തുടങ്ങിയത്. അപ്പച്ച അമ്മച്ചിന്ന് വിളിക്കാൻ തുടങ്ങിയത് 7 വയസ്സിലാണ്. അവൾക്ക് ഒത്തിരി വൈകല്യങ്ങളുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഒരു സഹായം, എന്തായാലും ഒരു പരസഹായം ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റിയാലെന്നുള്ളത് ഞാനത് മനസ്സിലാക്കി. ഞാനും അവൾക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ, അവളെപ്പോലെ ജീവിക്കാനായിട്ട്, മറ്റൊന്നുമല്ല അവളെപ്പോലെ ജീവിക്കാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. എന്നെ തമ്പുരാനായി ഞാൻ അനുഗ്രഹിച്ചു. ഞങ്ങൾ 2 പേരും ഇപ്പം അവളുടെ പേരിലാണ് ഈ ഭവനം ഉള്ളത്. ഇന്നിപ്പം ഞങ്ങൾ ഇളയ സഹോദരൻ്റെ കൂടിയാണ് ഞങ്ങൾ 2 പേരും താമസിക്കുന്നത്. മൂത്ത സഹോദരന്മാർ 2 പേരും അടുത്തും വലത്തുമായിട്ട് ഞങ്ങളോട് അടുത്ത് തന്നെയുണ്ട്. എല്ലാവരുടെയും പൂർണ്ണ സന്തോഷത്തോടും എല്ലാവരുടെ സഹായത്തോടും കൂടിയാണ് ഞങ്ങൾ 2 പേരും ഏകസ്ഥരായിട്ട് ഞങ്ങൾ 2 പേരും ജീവിക്കുന്നത്. അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഞാൻ ഓർക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു ആലയം. ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ എൻ്റെയും എൻ്റെ നിർമ്മലമേരി സഹോദരിയുടെയും ഈ ഭവനം, സ്വന്തമായിട്ടുള്ള ഈ ഭവനം ഞങ്ങൾ രൂപതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാനും ഇവിടെ ബലിയർപ്പണം മുടങ്ങാതെ നടക്കാനും, മറ്റൊരു ഭവനത്തിലും ഇങ്ങനെ ബലിയർപ്പണം നടക്കുന്നതായിട്ട് അറിവില്ല. എന്നാൽ ഈ ഒരു സൗഭാഗ്യം കിട്ടാൻ ഞങ്ങൾക്ക് ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞാൽ മതിയാവില്ല. 68 വൈദികരോളം, തലശ്ശേരി രൂപതയുള്ള 68 വൈദികരോളം ഇവിടെ ബലിയർപ്പണത്തിന് എത്തിയിരുന്നു. ആ വലിയ കൃപ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. മരിച്ചുപോയ മനോജച്ചനാണ് താരയിലെ ഈ ഭംഗിയായ സീനറി വരച്ചിട്ട് ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നത്. ഇനി ഇത് മാറ്റി വരയ്ക്കാൻ ഞാൻ വരുമെന്ന് പറഞ്ഞു പോയി. അച്ഛൻ സ്വർഗീയ ഭവനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി നിലകൊള്ളുന്നെന്നും വിശ്വസിക്കുന്നു.